ഇത് വള്ളിത്തോട് ഹാപ്പി ഡോർസാണ്. എൻ്റെ പേര് വിജയൻ. ഡോറും സാധനങ്ങളും കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന തേക്കിലാണ് കൊടുക്കുന്നത്. പാർട്ടി ഇപ്പോൾ ഏതെങ്കിലും ഡിസൈൻ തരികയാണെങ്കിൽ ആ ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. ഏതെല്ലാം മോഡലിൽ വേണ്ടിയെങ്കിലും കൊത്തുപണിയുള്ളതാണ് കൊത്തുപണിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മറ്റുള്ള മരങ്ങളും ക്വാളിറ്റി ഇല്ലാത്ത മരങ്ങളും ആണെങ്കിലും കൊത്തുപണിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളെന്ന് പറയുമ്പോൾ അവർ കൊത്തുപണിയിൽ വേണ്ടുന്ന ഡോറുകൾ ഉണ്ടെങ്കിൽ അവരൊരു ഫോട്ടോ തന്നു കഴിയുമ്പോൾ അതേ ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. കപ്പൽ പൊളിച്ച ഉരുവെല്ലാം പൊളിക്കുന്നതിൻ്റെ മരങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പരിപൂർണമായിട്ടും ഇത് കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും, ദ്രവിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന മരം ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സാധനം എൻ്റെ ഷോപ്പിൽ ഞാൻ കൊടുക്കലില്ല. നമ്മൾ പഴയ വീടുകൾ, ഇപ്പം വലിയ വീടുകളും കോട്ടങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പൊളിക്കുന്നതിൻ്റെ പഴയ മരങ്ങൾ എടുത്തിട്ട് അത് നമ്മൾ ഒടിയിച്ചെടുക്കും. ഒടിയിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ പീസാക്കി എടുത്തിട്ട് അതും പോരാതെ പുതിയ മരവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കി കൊടുക്കുന്നത്. ഈ പഴയ മരത്തിലുണ്ടാക്കിയാലും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം ആണി പറിച്ചതിൻ്റെ പാടുണ്ടാവും. ഈ ആണി പറിച്ചതിൻ്റെ പാട് ഇത് കംപ്ലീറ്റ് അടച്ചിട്ടുണ്ടാവും. അത് ഈ ഡോറിൻ്റെ മുകളിൽ ചട്ടത്തിന്. പിന്നെ ഈ ചട്ടം ഫ്രെയിം കംപ്ലീറ്റ് ചെയ്ത് ഉള്ളിലുള്ള ഓട്ടയായിരിക്കും. പക്ഷേ ഇതെല്ലാം നല്ല ക്ലിയർ സാധനമായിരിക്കും. അതേ കണ്ടീഷനിലുള്ള ക്വാളിറ്റിയിലുള്ള സാധനമായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ മരം എടുത്തിട്ട് നമ്മൾ അറുത്ത് കഴിഞ്ഞാലും ആ മരത്തിൻ്റെ മുകളിൽ ചില ചൊറകളും ചുഴികളെല്ലാം ഉണ്ടാവും. അതെന്ന് പറഞ്ഞ രീതിയിലുള്ളത് ഉണ്ടാവും, ഇതിൻ്റെ മുകളിലും ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു 10-50 വർഷം മുമ്പ് അല്ലെങ്കിൽ 25 വർഷം മുമ്പ് 60 വർഷം മുമ്പെല്ലാം എടുക്കുന്ന മരങ്ങൾ എന്ന് പറയുമ്പോൾ അത് അന്നത്തെ കാലത്ത് എടുക്കുന്ന വെച്ചാൽ വലിയ ഇരുമ്പ് കൊണ്ടുള്ള ആണികളെല്ലാം വെച്ചിട്ടുള്ളതായിരിക്കും ഇതിൻ്റെ ജോയിൻറ്റുകളെല്ലാം വരുന്നത്. ചിലപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ആ വലിയൊരു പീസ് മരമാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ആണി വെച്ചതിൻ്റെ പാടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മരത്തിൻ്റെ പീസ് തന്നെ വെച്ചിട്ട് അടച്ചിട്ടുണ്ടാവും. അത് തന്നെ ഒരു 100 എണ്ണത്തിനകത്ത് 1-2 എണ്ണത്തിനെങ്ങാനും വന്നെങ്കിൽ മാത്രമേ ഉണ്ടാവും. 80% വരെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയും വർഷമായിട്ട് അങ്ങനെയുള്ളൊരു മോശത്തരം എവിടെയും ഉണ്ടായിട്ടില്ല. കർണാടക എന്ന് പറഞ്ഞാൽ ബീരാജ്പേട്ട, മൈസൂർ അങ്ങോട്ടേക്കെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ഇവിടുന്ന് നോക്കിയതിന് ശേഷം കണ്ടിട്ട് ബില്ലടിച്ചിട്ട് ഇവിടുന്ന് കയറ്റി പോവുക. പിന്നെ നേരത്തെ കർണാടകത്തിലേക്ക് പോകുന്നതിന് ഒരു 18% GST ടാക്സ് വരും. 18% GST ഇട്ടിട്ടാണ് കയറ്റി പോകുന്നത്. പിന്നെ ഈ അളവെടുത്തിട്ട് നമ്മൾ ഓർഡർ സ്വീകരിച്ചാൽ അതിനകത്ത് എന്തെല്ലാം ഫാൾട്ടുകൾ വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതായത് അതിൻ്റെ അളവ് തെറ്റുമോ അല്ലെങ്കിൽ ഹൈറ്റ് കുറയോ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ മാറ്റി തരണം, ക്ലിയറാക്കി തരണം. ആ ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ മേഖലകളിലും എന്ന് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഇവിടുന്ന് സാധനം കൊണ്ടുപോകുന്നുണ്ട്. മൂത്ത മരമായിരിക്കും ഇത് ബെൻഡാവുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ പിഞ്ചു മരടക്കം മുറിച്ചു പോവുക. അതെല്ലാം എടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒരു സൈഡ് ഇങ്ങനെ ബെൻഡായിട്ടും ചവിട്ടി അടക്കേണ്ടതെല്ലാം വരിക. പക്ഷേ ഇത് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഒരു ജനലിൻ്റെ ഫ്രെയിം ഞാനിവിടെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് ഷട്ടറുള്ള മോഡലാണെങ്കിൽ ഒരു 2200 പറയുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നത് അത് 1900-നും 1800-നും കൊടുക്കും. അത് അവർക്ക് കൊടുക്കാം. അത് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അത് മരം കോസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. മരം അത്രയേ കണ്ടീഷൻ ഉണ്ടാവുള്ളൂ. പൈസ മാത്രം നോക്കിക്കഴിയുമ്പോൾ ക്വാളിറ്റി കിട്ടൂലല്ലോ. പൈസയിൽ ചെറിയൊരു മാറ്റം എൻ്റെ അടുത്ത് വരുമ്പോൾ ഹാപ്പി ഡോർസിൽ വരുമ്പം പറയും ഹാപ്പി ഡോർസിൻ്റെ അടുത്ത് ചെറിയ പൈസ കൂടും എന്നുള്ള ജനങ്ങൾക്കറിയാതെ അവർ വരും. അപ്പോൾ എന്നാൽ സാധനം മെച്ചമായിരിക്കും. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം.